Hi all, it's me JKK from JKK for you. So ഇന്നൊരു മൂവി റിവ്യൂ ആണ്. സോ ഒരുപാട് നാൾ മുമ്പ് 2 മാസം മുമ്പ് കണ്ടൊരു സിനിമയാണ്. ജനുവരി 30 തിയേറ്ററിൽ കണ്ട സിനിമയാണ് രേഖാചിത്രം. റിവ്യൂ ഒന്നും ഇട്ടിരുന്നില്ല. ഇപ്പോൾ സിനിമ OTTയിൽ ഇറങ്ങിയിട്ടുണ്ട്, സോണി ലൈവിൽ. സോ കാണാത്തവർ കാണുക. സോ ഞാൻ സിനിമ കണ്ടു. സോ രേഖാചിത്രം തിയേറ്ററിൽ കണ്ട സിനിമയാണ്. സോ റിവ്യൂവിലേക്ക് പോകാം. രേഖാചിത്രം ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ ആൻഡ് സ്ക്രീൻ പ്ലേ ബൈ ജോൺ മന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ ആൻഡ് സ്റ്റോറി ഈസ് ബൈ രാമു സുനിൽ. ദെൻ ക്യാമറ ഈസ് ബൈ അപ്പു പ്രഭാകർ. ദെൻ എഡിറ്റർ ഈസ് ഷമീർ മുഹമ്മദ്. മ്യൂസിക് ഈസ് ബൈ നജീബ് മജീദ്. ദെൻ പ്രൊഡക്ഷൻ ഈസ് കാവ്യ ഫിലിം റിലീസ് ആൻഡ് ആൻമഗ മീഡിയ. ഓക്കെ, സോ ഇത് കാതോട് കാതോരം 85 ഇറങ്ങിയ 1985 ഷൂട്ട് ചെയ്ത അന്ന് പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു കഥയും മിസ്റ്ററിയും ഒക്കെ തന്നെയാണ്. സോ ഒരു മമ്മൂട്ടി ആരാധികയുടെ ഒരു സിനിമയാണിത്. മമ്മൂട്ടി ആരാധിക മമ്മൂട്ടിയുടെ സിനിമയിൽ പോയി അഭിനയിക്കാൻ പോകുന്നതും പിന്നെ തുടർന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്. ആ പെൺകുട്ടിയുടെ തിരോധാനവും മരണവും ഒക്കെയാണ്. പിന്നെ അത് മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നൊക്കെയാണ് സിനിമ. ഓക്കെ, കാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അനശ്വര രാജൻ ആസ് രേഖ പത്രോസ്. അതിഗംഭീര പെർഫോമൻസ് ആണ് അനശ്വര രാജൻ ഈ സിനിമയിൽ ആസ് രേഖ പത്രോസ്. ദെൻ ആസിഫ് അലി ആസ് CI വിവേക് ഗോപിനാഥ്. ആസിഫ് അലിയുടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് സിനിമയുടെ ത്രൂ ഔട്ട്. ആസിഫ് അലി CI വിവേക് ഗോപിനാഥ്. ദെൻ മനോജ് കെ ജയൻ ആസ് വിൽസന്റ് വക്കച്ചൻ. ദെൻ സലീമ ആൻഡ് സെറിൻ ഷിഹാബ് ആസ് പുഷ്പം, യങ് പുഷ്പം ആൻഡ് പുഷ്പം. സെറിൻ ഷിഹാബ് ആൻഡ് സലീമ രണ്ടും ഒരു കഥാപാത്രമാണ്. യങ് പുഷ്പം ആൻഡ് പുഷ്പം. പുഷ്പം ഒരു ടെററാണ്. പിന്നെ സായ് കുമാർ ആസ് ഫ്രാൻസിസ് തടത്തിൽ. ദെൻ സിദ്ദിഖ് ആസ് രാജേന്ദ്രൻ. ദെൻ നിഷൻ സാഗർ ആസ് DYSP മോഹൻദാസ്. ദെൻ ബാമ അരുൺ ആസ് സെറീന. ആസിഫ് അലിയുടെ പേരായിട്ടാണ് ബാമ അരുൺ വരുന്നത്, ജേർണലിസ്റ്റ് ആണ്. ഓക്കെ, ദെൻ മേഘ തോമസ് ആസ് സിസ്റ്റർ സ്റ്റെഫി. ദെൻ പ്രിയങ്ക നായർ സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. പ്രിയങ്ക നായർ ആസ് ആശ പത്രോസ്, അനുശ്വരയുടെ സിസ്റ്ററായിട്ട്. ദെൻ നന്ദു അനുശ്വരയുടെ ഫാദറായിട്ടാണ് പത്രോസ്. ഇത്രയുമാണ് ഈ സിനിമയുടെ കാസ്റ്റുകൾ. പിന്നെ ട്വിങ്കിൾ സൂര്യ ആസ് AI മമ്മൂട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ നടക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ മമ്മൂട്ടിയുടെ പ്രസൻസ് വേണം. സോ അത് AI മമ്മൂട്ടിയാണ്. സോ ആ ടെക്നോളജിയൊക്കെ തന്നെ AI ടെക്നോളജിയൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് ജോഫിൻ ടി ചാക്കോ ഇതിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. സോ പ്രീസ്റ്റിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ജോഫിൻ ടി ചാക്കോയുടെ. സോ അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജോഫിൻ ടി ചാക്കോ. സോ സിനിമ മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. പിന്നെ രേഖാചിത്രം രേഖയുടെ ചിത്രമാണ്. സോ രേഖ പത്രോസിൻ്റെ ഒരു സിനിമയാണ്. സോ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ടച്ചിങ് ആണ്. ഓൾ ത്രൂ ഇത് നല്ലൊരു സിനിമയാണ്. അനശ്വര കൊള്ളാം, ആസിഫ് അലി കൊള്ളാം. ത്രൂ ഔട്ട് ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയാണ്. സോ ഇപ്പോൾ ഇത് സോണി ലൈവിലുണ്ട്. സോ മാർച്ച് 7 ഇത് സോണി ലൈവിൽ ഇറങ്ങിയത്. സോ കാണാത്തവർ കാണുക. സോ അന്ന് എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയിരുന്നില്ല. സോ ഇനിയിപ്പോൾ ഇത് റിവ്യൂ കൊണ്ട് കാര്യമൊന്നും തന്നെ ഇല്ലല്ലോ. ബട്ട് എന്താണെങ്കിലും കാണുക, റിവ്യൂവും കാണുക എന്താണെങ്കിലും. സോ രേഖാചിത്രമാണ് ഈ വർഷം കണ്ട ഫസ്റ്റ് സിനിമ ഇൻ തിയേറ്റേഴ്സ്. സോ ദിസ് ഇസ് മൈ രേഖാചിത്രം റിവ്യൂ. സോ ഓൾ ത്രൂ സിനിമ കൊള്ളാം. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ.